എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതായത് ക്രേപ്പ് പേപ്പറിൽ നമ്മളൊരു റോസാപ്പൂ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ക്രേപ്പ് പേപ്പർ, ഈർക്കിൽ, ഗം. ഈ 3 ഐറ്റം കൊണ്ട് നമുക്ക് മനോഹരമായൊരു റോസാപ്പൂ ഉണ്ടാക്കാം. ഇത് ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ആദ്യം ക്രേപ്പ് പേപ്പറിനെ കുറച്ച് വീതിക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അത് നിവർത്തിയെടുത്തിട്ട് ഈർക്കിലിൽ പശ തേച്ചിട്ട് കുറച്ച് പശ തേക്കണം. ഈർക്കിലിൽ പക്ഷേ ആ പേപ്പറിന് ചുറ്റുമ്പം പേപ്പർ വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈർക്കിലിൽ പശ തേച്ചിട്ട് ആ പേപ്പർ അതിലോട്ട് ചുറ്റി വയ്ക്കണം. ചുറ്റി വെച്ചിട്ട് താഴോട്ട് മടക്കി വേണം ചെയ്യേണ്ടത്. ഇങ്ങനെ കാണുന്നത് പോലെ താഴോട്ട് മടക്കി ചെയ്യണം. അതിനോടൊപ്പം ഈർക്കിൽ നമ്മൾ കറക്കി കൊടുക്കുകയും വേണം. താഴോട്ട് മടക്കി കൊണ്ടുപോകണം. ഇപ്പോൾ തന്നെ ഒരു ചെറിയ റോസാപ്പൂവിൻ്റെ ആകൃതി ഷേപ്പ് വരുന്നില്ലേ? അങ്ങനെ എല്ലാ പേപ്പറും ചുറ്റിക്കഴിഞ്ഞ് കണ്ടോ, ഇപ്പോൾ റോസാപ്പൂ ആയില്ല. അങ്ങനെ താഴോട്ട് മടക്കി കൊണ്ടുപോയിട്ട് ബാക്കി ഏറ്റവും ലാസ്റ്റ് പശ തേച്ച് ഒട്ടിച്ച് വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് കത്രികയുടെ തുമ്പ് വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പൂവെല്ലാം ഒന്ന് ഞെരുങ്ങി പൂ എല്ലാം അടുക്കായിട്ട് വരും. കണ്ടല്ലോ. എന്നിട്ട് വിടർന്ന് മലർന്ന് നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് പശ തേച്ച് ഒട്ടിച്ച് അതിനോട് ചേർത്ത് വയ്ക്കണം. ഇനി പച്ച പേപ്പർ വെട്ടി നമ്മൾ ഈർക്കിലാണ് ചുറ്റി വെച്ചത്, പൂ ഉണ്ടാക്കിയതല്ലേ, പൂ വെച്ചത്. ആ ഈർക്കിലിൽ പച്ച പേപ്പർ എടുത്ത് കുറച്ച് പശ തേച്ചിട്ട് ആ ഈർക്കിലിൽ വെച്ച് ചുറ്റി കൊടുക്കണം. ചുറ്റി കറക്കി ചുറ്റി താഴെ വരെ ചുറ്റണം. ചുറ്റി ഉണ്ടാ. അപ്പോൾ നല്ല ഭംഗിയായില്ലേ? ഇനി നമുക്ക് ഇപ്പം തന്നെ നല്ല മനോഹരമായിട്ട് റോസാപ്പൂ ആയല്ലേ? നമുക്ക് ഇല ഉണ്ടാക്കണം. ഇല വെട്ടാൻ വേണ്ടി ഒരു വീതിക്ക് പേപ്പർ എടുത്തിട്ട് അതിന് ഇലയുടെ ഷേപ്പിന് വെട്ടണം. 3 ഇല വയ്ക്കണം. 3 ഇല വെച്ചാലേ അത് ഭംഗിയുള്ളൂ. അപ്പോൾ 3 ഇല നമ്മൾ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് ഓരോ ഇലയുടെയും റോസയുടെ ഇല അരികിങ്ങനെ കട്ട് ചെയ്തതുപോലെ ഇല്ലേ, ചെറിയൊരു അരികിങ്ങനെ. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓരോ അരികും ഓരോ ഇലയ്ക്കും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടോ ആ സൈഡിങ്ങനെ അതിന് നമ്മൾ പശ തേച്ച് പൂവിൻ്റെ അടിഭാഗത്ത് വെച്ച് ഒട്ടിക്കണം. തണ്ടിലല്ല ഒട്ടിക്കുന്നത്, പൂവിൻ്റെ അടിഭാഗത്ത്. അങ്ങനെ 3 ഇലയും 3 സൈഡിലായിട്ട് ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഭംഗി, റോസാപ്പൂവിന് കൂടുതൽ ഭംഗി വരുന്നത് ആ ഇലയും കൂടെ ഒട്ടിക്കുമ്പോഴാണ്. കണ്ടോ, ഇപ്പം നല്ല മനോഹരമായ റോസാപ്പൂ ആയില്ലേ? നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചത് കണ്ടോ, പല കളറിലെ പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാണ് നമുക്ക് കാണാൻ. നല്ല മനസ്സിന് നല്ല സന്തോഷം തരുന്നുണ്ടല്ലേ? നീല, റോസ്, ഓറഞ്ച്, ഇങ്ങനെ പല കളറിലെ പൂ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണേ.